ഈ പ്രാവശ്യത്തെ വേനലവധിക്കാലത്ത് ഞങ്ങൾ സ്പെൻഡ് ചെയ്തൊരു സ്ഥലമായിട്ട് ഈ കാണുന്ന ഹോം സ്റ്റേ. ഇത് വന്നിട്ട് അഷ്ടമുടിക്കാലിൻ്റെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നഗരത്തിൻ്റെ തിരക്കിൽ നിന്നൊക്കെ മാറി ഫുള്ളായിട്ട് നമ്മൾ ശാന്തതയോടെ പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പ്രായം ഒന്നും അതിനൊരു പ്രശ്നമല്ല. ഇപ്പോൾ ചെറുപ്പക്കാർക്കായാലും കുട്ടികൾക്കായാലും പ്രായമുള്ളവർക്കായാലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു വൈബാട്ടോ. അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് സമാധാനപരമായിട്ടുള്ളൊരു ചുറ്റുപാടായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. നമുക്ക് എന്താ പറയുക, ഒരുപാട് നേരം വെറുതെ ഇരുന്നേ മതി, ഫോണൊന്നും നമ്മൾ നോക്കാനേ പോകണില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. അത്രയ്ക്ക് അടിപൊളിയായിട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും അവിടെ തൊട്ടടുത്ത് പള്ളിയിലൊരു പെരുന്നാൾ നടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ പള്ളിയിൽ ആ DJ ലൈറ്റും ആ എന്താ വെടിക്കെട്ടും എല്ലാം കൂടെ അടിപൊളിയായിരുന്നു. അത് ഈ കായലിൻ്റെ തീരത്ത് കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇഷ്ടം പോലെ നമ്മുടെ കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ വെച്ചാൽ ഇഷ്ടം പോലെ, ഒരു രക്ഷയില്ലായിരുന്നു. അതിങ്ങനെ പിടിച്ച് വരുന്ന ഒരു കുഞ്ഞായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറേയൊക്കെ പറിച്ച് പൊട്ടിച്ച് നോക്കി. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ കല്ലുമ്മക്കായ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് എനിക്കിത് വലുതാണോ ചെറുതാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാമെങ്കിൽ ഞാൻ കുറച്ചൊക്കെ എടുത്ത് ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഈ വരുന്ന ഹൗസ് ബോട്ട് കണ്ടു. ഈ ഹൗസ് ബോട്ട് ഇവിടെ ഈ ഹോം സ്റ്റേന്ന് വെള്ളം എടുക്കാൻ വരുന്നതാണ്. വെള്ളം നിറച്ചിട്ടാണ് പോകണം. അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞു തന്നത്, ഇത് ഒട്ടും പാകവുമായിട്ടുള്ള മോളെ, ഇത് പാകമായിട്ട് കുറച്ചും കൂടി ആകും, കൈവിരലിൻ്റെ നീളം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവരാകട്ടോ കാര്യം പറഞ്ഞു തന്നത്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വെച്ചാൽ ഈ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ആ സൈഡിലൊക്കെ നിറച്ച് നിൽപ്പുണ്ട് ഇവിടെ. പിന്നെ ഈ ഹോം സ്റ്റേയിൽ ധാരാളം പഴവർഗ്ഗങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചാമ്പയും നെല്ലിയും അതുപോലെ എന്താ പുളിയും അങ്ങനെ ഇരുമ്പം പുളി അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതാ നമ്മൾ കുറേ ചാമ്പയൊക്കെ പറിച്ചു കേട്ടോ. ഇപ്പോൾ ഏതാണോ അതിൻ്റെ സീസൺ അതനുസരിച്ച് ഇഷ്ടം പോലെ ഉണ്ടാവും. ചാമ്പയുടെ സീസണാണെന്ന് തോന്നുന്നു. ഒരുപാട് ചാമ്പ ഞങ്ങൾ പറിച്ചു തന്നു.